ഇതെല്ലാം എന്താ ആനയുടെ കലാവിരുതാട്ടോ. ഈ പുല്ലെല്ലാം ചാഞ്ഞ് കിടക്കുന്നുണ്ടോ ഗൈസ്? എന്ത് സംഭവിച്ചാലും ഇവൻ്റെ പേരെ പറയാവുള്ളൂ, ദ ഡെമോങ്കിഡ്. അപ്പോൾ ഇതുണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നത്. അപ്പോൾ ഇത് രാവിലത്തെയാണിത്. ഈ ഇവിടെ കണ്ടോ ഏല മൊത്തം നശിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഡെമോങ്കിഡ് ഇത്രയും നാൾ എല്ലാഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവനോട് തന്നെ ചോദിക്കാം കേട്ടോ. അവനെ കൊണ്ട് തന്നെ പറയിക്കാം കേട്ടോ. എന്നെ കാണാനുള്ള ആഗ്രഹമായിട്ട് വന്നു, അതും കാട്ടാനോ. ഇവിടെയും കട്ടിങ് ആണ്, പക്ഷെ കുഴപ്പമില്ല. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതെ, ഇന്ന് നമ്മൾ ഇത്രയും പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മളുള്ള കറക്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ അണക്കരയിലാട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും ഇന്ന് ആന ഇറങ്ങിയിട്ടുണ്ട്. അതേ കാട്ടാന ഒരു 2-3 ദിവസമായി. അപ്പോൾ നമ്മളിന്ന് അതിനെ തപ്പിയുള്ള ഒരു യാത്രയാണ്. അത് ഈ ഒരു ഭാഗത്ത് എവിടെയോ ഉണ്ട് സാധനം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്കിന്ന് കാണാം. അപ്പോൾ നമുക്കിനിയിപ്പോൾ നേരെ അങ്ങോട്ട് പോകാം. വണ്ടി അപ്പുറത്ത് എവിടെയെങ്കിലും വെക്കണം. വണ്ടി വെച്ചിട്ട് ആദ്യമേ നടന്നു പോയി നോക്കാം കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അപ്പോൾ ഇത് നോക്കിക്കേ, ആന കയറി പോയേക്കുന്ന കേട്ടോ. അതെ, നിനക്ക് മനസ്സിലാവുമോ എന്ന് എനിക്കറിയത്തില്ല. പോടാ, എല്ലാവരും ഉണ്ട്. ഞാൻ തന്നെ ഫ്രണ്ടിൽ പോകണമല്ലേ ഗൈസ്. ഇതൊരു ആനേനെ തേടിയുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഇവിടെ 2-3 ദിവസമായിട്ട് നമ്മുടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അയ്യോ, അപ്പോൾ നമ്മളിതേ അവനെ തപ്പിയുള്ള പോക്കാട്ടോ. ഇനിയിപ്പോൾ എങ്ങോട്ട് പോടാ? അത് കാണാത്തത് ഗൈസ്. ഇതിൽ നടന്നിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല ആ ഒരു ഞാൻ നേരത്തെ കാണിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇതിലുള്ളതാണ്. ഓ, പിന്നെ അപ്പുറത്ത് ആനപ്പിണ്ടവും കിടപ്പുണ്ട് കേട്ടോ. അതും തിരിച്ചു പോകുമ്പോൾ കാണിക്കാം. ഇതിലേതേ അങ്ങോട്ട് നീ ഫ്രണ്ടിൽ പോക്കോ, വഴി കാട്ടിയായിട്ട് മുന്നിൽ പോടാ. ഇപ്പം അതിയല്ലോ. ആ ഗായ്സ്, ഇത് നോക്കിക്കേ, ഇതെല്ലാം എന്താ ആനയുടെ കലാവിരുതാട്ടോ. ഈ പുല്ലെല്ലാം ചാഞ്ഞ് കിടക്കുന്നുണ്ടോ? അപ്പോൾ ഒന്നെങ്കിൽ ഇന്ന് ആന നമ്മളെ തൂക്കിയെടുത്തെറിയും, ഇല്ലെങ്കിൽ നമ്മൾ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെടും. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടക്കും കേട്ടോ. അതെ ഗൈസ്, എന്ത് സംഭവിച്ചാലും ഇവൻ്റെ പേരെ പറയാവുള്ളൂ, ദ ഡെമോങ്കിഡ്. അപ്പോൾ ഇവനാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ ക്യാമറ ആർക്കെങ്കിലും കിട്ടുമായിരിക്കും ഞങ്ങളെ കൊന്നാലും. അപ്പോൾ ഇവനെ പിടിക്കുക സുഹൃത്തുക്കളെ, ഇവനെ പിടിക്കുക. ഇത് തെളിവാണ്, തെളിവ് ഗൈസ്. ഇവിടെ അടുത്തുണ്ട് കേട്ടോ. കാരണം ഇത് നോക്കിക്കേ, മൊത്തം ചവിട്ടി മെതിച്ച് പോയേക്കുന്ന നോക്കിക്കേ. ഇത് കണ്ടോ സംഭവം. ആ ഗൈസ്, ഇനിയിപ്പം കുറച്ച് അപ്പുറത്തേക്ക് ചെന്നിട്ട് കാണാം കേട്ടോ. കാരണം ഇതും പിടിച്ചില്ലേ നടക്കുന്ന ഇച്ചിരി സീനാണ്. ദേ ഇവിടെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുമോ? ഇത് നോക്കിക്കേ, ആന ചവിട്ടി ഇറങ്ങിയേക്കുന്നതാണ്. കണ്ടോ ഒരു കട്ടിങ് ഉണ്ടോ? ഇതിലേ ആട്ടോ പോയേക്കുന്നേ. നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് നൈസിന് പോയി നോക്കാം കേട്ടോ. അയ്യോ, ഓടാൻ പോലും പറ്റുമോയെന്ന് തോന്നുന്നില്ല. എന്തായാലും നോക്കാം കേട്ടോ ആ മോനെ. അപ്പം ഗായ്സ്, ഇത് നോക്കിക്കേ, ഇതിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. മൊത്തം ചവിട്ടി മെതിച്ചാണ് പോയേക്കുന്നത്. ഇതുണ്ടോ? ഓ മാൻ, ഇതുവരെയായിട്ടും കാണാൻ പറ്റിയിട്ടില്ല. ഇതുണ്ട് അവിടെയൊക്കെ കണ്ടോ? അതെ, അങ്ങോട്ട് പോകാട്ടോ. എല്ലാവരും ഉണ്ട്, കുറേ പേരുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം. പടാ ഏയ്, ഇതിലേ പോയിട്ടില്ലെന്ന് തോന്നടാ. അപ്പോൾ ഇത് നോക്കിയേ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നത്. അപ്പോൾ ഇത് രാവിലത്തെയാണിത്. ഈ ഇവിടെ കണ്ടോ ഏല മൊത്തം നശിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അതായത് ആന ഇവിടെ വന്ന് സീനായിരുന്നു. 2-3 ദിവസമായിട്ട് നല്ല സീനായിരുന്നെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഇവിടെ പോയി നോക്കി, ഒരു റൗണ്ട് പോയി നോക്കി കേട്ടോ. അപ്പോൾ കണ്ടില്ല ഇതുവരെയായിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒന്നുകൂടെ പോയി നോക്കാം. അതായത് വേറൊരു സ്ഥലത്ത് കാണുമെന്ന് ഇവിടുത്തെ 2 ചേട്ടന്മാർ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങോട്ട് നൈസിന് ബൈക്കുമായിട്ട് പോകാമെന്ന് വെച്ചു. അപ്പം ബൈക്ക് കഴിഞ്ഞാൽ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മുടെ എന്നാ പറയുന്നത്, ഇനി ഇൻ കേസ് കാണുവാണെങ്കിൽ ബൈക്കുമായിട്ട് പോകാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ രീതിയിലാണ് എടുക്കാഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് വണ്ടിയുമായിട്ട് തന്നെ പോവാം. അതായത് ഈ ഒരു വഴി അങ്ങോട്ട് പോയാൽ മതി. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകാട്ടോ. അപ്പം ഗൈസ് നമ്മളിതേ അങ്ങോട്ട് പോവാട്ടോ. അപ്പോൾ അവരെല്ലാം അവിടെ പോയി നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകട്ടോ. ഞാൻ ഈ വണ്ടി എടുക്കുന്നത്, അവന്മാർക്ക് ഈ വണ്ടി കൊണ്ട് പോകാൻ പേടിയാണ്, പുതിയ വണ്ടിയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാട്ടോ. അപ്പം ഫുള്ള് ഐറ്റം ആയിരിക്കും, കാരണം എന്താ പറയുക, ആന എന്നെ തപ്പിയുള്ളൊരു യാത്ര അങ്ങനെ വേണം പറയാനായിട്ട്. അപ്പം എല്ലാവരും ഉണ്ട്. പോടാ അയ്യോ ഗേറ്റ്. അപ്പോൾ കുറേ നാൾ നിങ്ങൾ ചോദിച്ചായിരുന്നു ഡെമോങ്കിഡ് എന്ത് ചെയ്യുന്നു. അപ്പം അത് പറയാട്ടോ. അയ്യോ തള്ളണോടാ ഒരാൾ വന്ന്. ഓക്കെ നല്ല മഴയൊക്കെ പെയ്ത് നല്ല ചെളിയായിട്ട് കിടക്കുന്നത്. അവന്മാരെയും കൂടെ കയറ്റി വിട്ടോടാ. കയറി വരുന്നുണ്ട് കേട്ടോ. അങ്ങോട്ട് പോവാം. വണ്ടി 2 ടയർ നിരങ്ങിയാട്ടോ പോകുന്നത്. ഓക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാട്ടോ. അവിടെ കയറിയില്ലടാ ഇത്. ഗൈസ് നല്ല കാറ്റുണ്ട് കേട്ടോ. ഇതെല്ലാവരും ഉണ്ട്. ഓ മാൻ, ഫുള്ള് വണ്ടി നിരങ്ങിയാണ് പോകുന്നത്. ഗൈസ് അതെ, ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ ഒരു തവണ എടുത്ത വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അതായത് നമ്മുടെ മേഘമല കയറി പോകുന്നത്. പക്ഷേ മേഘമലയും പോട്ടെ കേട്ടോ, നമ്മുടെ ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് അവിടെ ആയിട്ട് നമ്മൾ അവിടെയാണ് പോയത്. അവരെന്തേ പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം. സംഭവം ഈ ഒരു താഴെ ഭാഗത്തായിട്ട് കാണുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി നോക്കണം. നമ്മളിപ്പോൾ പോയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ അവിടെ കേട്ടോ. അതായത് ഈ ഒരു ഭാഗത്തൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോയി നോക്കിയത്. അതായത് അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു താഴെ ഭാഗത്ത് ആ പാറയൊക്കെ ഉണ്ടോ, അപ്പോൾ അതിൻ്റെ ഒരു താഴ്ഭാഗത്തായിട്ട് കാണാമെന്നാണ് പറഞ്ഞേ. ഏതാടാ? എവിടെ? പശുവായിരിക്കും, കാണാൻ പോലും ഇല്ല. അല്ലടാ ഐസ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി നമ്മൾ മടുത്തു കേട്ടോ. ആ ഒരു നടന്ന് മനുഷ്യൻ്റെ പണി തീർന്നു. അപ്പോൾ നമ്മുടെ ഡെമോങ്കിട്ട് ഇത്രയും നാൾ വെല്ലാഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവനോട് തന്നെ ചോദിക്കാം കേട്ടോ. അവനെ കൊണ്ട് തന്നെ പറയിക്കാം കേട്ടോ. അതായിരിക്കും അതിൻ്റെ ഒരു ഇത്. നമുക്ക് എടാ, അല്ല നീ എന്നെ ഇത്രയും നാളും വരാഞ്ഞെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. അവരോട് തന്നെ പറയാനുള്ളേ. ആ മൊത്തത്തിൽ പറയണം, അങ്ങനൊന്നും പറഞ്ഞാൽ പോരാ. അപ്പോൾ ഇവന് കൊറോണയായിരുന്നു കേട്ടോ. അതായത് ഒരു 17-20 ദിവസം മേളിൽ ക്വാറൻറ്റൈനായിട്ട് ഇരിക്കുകയായിരുന്നു.
അതെ 2-3 മാസമായി കേട്ടോ, ശരിയാ. അപ്പോൾ അതുകൊണ്ടാണ് ഇവനെ ഇത്രയും നാളും കാണാഞ്ഞത്. അപ്പോൾ ഇച്ചിരി വിഷയമായിരുന്നു. ഇപ്പോൾ എല്ലാം മാറി കേട്ടോ, എല്ലാം മാറി, അത്യാവശ്യം റെഡിയായി. ഓ ഗൈസ്, ഇവിടെ നല്ല രീതിക്ക് ചെളിയുണ്ട് കേട്ടോ. ഫ്രണ്ട് ഇവിടെ കേട്ടോ, പോട്ടറാ. പോയി കയറിയോ? കൈ മൊത്തം സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഓ ഗായ്സ്, അതൊക്കെ നല്ല കമ്പാട്ടോ. അയ്യോ പക്ഷേ നടുക്കൂടെ പോയാൽ മതിയായിരുന്നു, കുഴപ്പമില്ല. ഈ വഴിയൊക്കെ അടിപൊളിയായിട്ടാണ് ഇപ്പം കിടക്കുന്നത്. മഴയൊക്കെ പെയ്ത് ഫുള്ള് ശോകം. ഇത് കറങ്ങിയായിട്ടോ മൊത്തം പോകുന്നത്, നിരങ്ങി ഒരു വിധത്തിലാണ് പോകുന്നത്. ഇവിടെ ഒരു ജീപ്പൊക്കെ കിടക്കുന്നുണ്ട്. മോൻ അയ്യോ, ഇപ്പം കിടന്നേനെ അവിടെ. വണ്ടിക്ക് 0 ഗ്രിപ്പാട്ടോ. അയ്യോ ഇറങ്ങിക്കോടാ. നമ്മളിത് ഇവിടെ ഒരു ഗ്രൗണ്ടുണ്ട്. അപ്പോൾ ആ ഒരു ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ. അതായത് ഈ ഒരു ഭാഗത്ത് എവിടെയും ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നല്ല കാറ്റുമുണ്ട്. കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാൻ പാടില്ല, നമുക്ക് നോക്കാം. സംഭവം ഇവിടെ സെറ്റാണ്, കാണാൻ പറ്റുമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഈ ഒരു പാറയുടെ താഴെ കാണും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പം പണ്ടേ പോയി നോക്കിയപ്പോഴും ആ ഒരു ആന അവിടെ വന്നിട്ട് താഴേക്കൊരു വഴിയിലേക്കാണ് പോയത്. നമ്മൾ മണ്ടേ അത് കഴിഞ്ഞ് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, രാവിലെ എങ്ങാണ്ട് വന്നിട്ട് പോയേക്കുന്നതാണ്. അതുകൊണ്ടാണ് കാണാഞ്ഞത്. നല്ല രീതിക്ക് കാറ്റുണ്ട്. ഗൈസ്, ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും കാണും കേട്ടോ. അതായത് ഈ ഒരു ഇതിൻ്റെ അകത്ത് എവിടെയെങ്കിലും കാണും. നാറ്റിയടാ, അപ്പോൾ ഗൈസ് ഇത് നോക്കിയേ, ഇവിടെ ഇപ്പോൾ മഴ ചാറാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാമെന്ന് വെച്ചു. സംഭവത്തിനെ കണ്ടിട്ടില്ല, ഫ്ലോപ്പായിപ്പോയി. എന്ന് വെച്ചാൽ ഈ ഒരു കാട്ടിലെവിടെ ഉണ്ട്, എന്തായാലും വൈകുന്നേരം ആകുമ്പോൾ അത് തിരിച്ച് കയറിപ്പോവും. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും കാണും കേട്ടോ. ഞാൻ ദേ ഒരു കോട്ടൊക്കെ എടുത്തിട്ടു. അപ്പോൾ ഇത് നോക്കിയേ, നമ്മുടെ തമിഴ്നാട് ഇത്രയും നേരം കാണാം. നമ്മൾ വന്നപ്പം കാണാമായിരുന്നു കേട്ടോ. ഇപ്പം മഴ പെയ്തപ്പം ഒന്നും കാണാതായി. ദേ എല്ലാവരും തിരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവാം കേട്ടോ. വാടാ
മൊത്തം വെള്ളമാണ്. വാട്ടറിഫിക്കേഷൻ. അയ്യോ, അവൻ കയറ്റി നിർത്തി. കയറിപ്പോവാം. അതിൻ്റെ ഫ്രണ്ടിൽ പോകും. നല്ല കാറ്റായി കേട്ടോ. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റായി. അതെ, അവന്മാർ വരുന്നുണ്ട്. അവന്മാരും കൂടെ വരട്ടെ. ഇതേ മൊത്തം വെള്ളമായിരിക്കും കേട്ടോ. ഓക്കെ, അവരും വന്നോളും. ഏയ്, എന്തത്? ഞാൻ ഗ്ലാസും കൂടെ താത്ത് വെച്ചേക്കുവാണ്. അതുകൊണ്ടിപ്പം പ്രത്യേകിച്ച് വഴിയൊന്നും കാണത്തില്ല. ഇവിടെ ഇങ്ങനെ പോകുക കേട്ടോ. ആനേനെ കാണാനുള്ള ആഗ്രഹമായിട്ട് വന്നു, അതും കാട്ടാന. പക്ഷേ എന്തോ സമയം നല്ലതല്ലെന്ന് തോന്നുന്നു. ഭാഗ്യമില്ല. ഏയ്, ഇവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നതാണ്. ഏയ്, അല്ലടാ, സമയം നല്ലതല്ലെന്ന് തോന്നുന്നു. ഇത് നോക്കിയേ, ആനയ്ക്ക് പകരം പശുവിനെ കിട്ടും കേട്ടോ. എല്ലാം കിട്ടണോ? ഞാൻ ആഡ് ചെയ്യും ഇവിടെ. നീ പോടാ. ഇല്ല. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. എല്ലാവരും വരുന്നുണ്ട്. അയ്യോ, എടോ വഴിയില്ലേ? അതിലെ വഴിയില്ല, കട്ടിങ്ങാ. ഇവിടെയും കട്ടിങ്ങാണ്, പക്ഷെ കുഴപ്പമില്ല. നമ്മളിവിടെ ഞാൻ ഫസ്റ്റ്, ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. ഒരാളും കൂടെ ഉണ്ടല്ലോ, എന്ത് ചെയ്യേ? ഓടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. ഇത് വാങ്ങിക്കേ, ഇവിടെ മൊത്തം മഞ്ഞാണ്, ഫുൾ അടിപൊളി. അവന്മാരും വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാട്ടോ. അയ്യോ, തെന്നി കാട്ടിപ്പോയിരുന്നാൽ മതി. നല്ല രീതിക്ക് വണ്ടിയെല്ലാം തെന്നുന്നുണ്ട്. ഓ, കാറ്റും കൂടെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ ഈ വഴി കൂടെ പോകാനായിട്ട് അടിപൊളിയാണ്. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്, മൊത്തം ചെളി വൈബ്സ്, അങ്ങനത്തെ ഒരു വൈബാണ്.